ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. രക്ഷയുടെ ദൈവിക ഭവനത്തിലേക്കുള്ള യാത്രയിൽ കുരിശാണ് ബലം. രക്ഷിക്കപ്പെടുക എന്നതും രക്ഷ നേടുക എന്നതും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഭാവമാണെങ്കിൽ കുരിശ് നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്, രക്ഷയുടെ ദൈവിക ഭവനത്തിലേക്കെത്താൻ സഞ്ചാരപഥങ്ങളെ ഏറെ അനുഗ്രഹത്തോടു കൂടിയിട്ട് കുരിശോട് ചേർത്തൊന്ന് ക്രമീകരിച്ച്. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ എന്നൊക്കെ നമ്മൾ പാടിയിട്ടില്ലേ? രക്ഷാകരമായ കുരിശിലേക്ക് നോക്കാനും അവിടുന്ന് പഠിപ്പിക്കുന്ന പറയാത്തതും പറഞ്ഞതും അവസാന മൊഴിയായിട്ട് അധരത്തിൽ കരുതിയതുമായ മുഴുവൻ ആത്മീയ വിചാരങ്ങളെയും ധ്യാനിക്കാനും ആനുപാതികമായിട്ട് ഈ രക്ഷാകര അനുഭവങ്ങളെ, രക്ഷയുടെ ഇടങ്ങളെ സ്വന്തമാക്കാനുമൊക്കെ നമ്മളൊന്ന് തയ്യാറാവണ്ടേ? ഈ ചെറു ജീവിതത്തെ ക്രിസ്തു ഗൗരവത്തിലെടുത്തതുപോലെ തെല്ലുന്ന അതീവ ഗൗരവത്തിലെടുക്കാൻ നമുക്കാവണ്ടേ? അർദ്ധരാഷ്ട്ര എന്ന പയ്യൻ ജീവിതത്തിൽ ഇങ്ങനെ വാനോളം ഉയർത്തപ്പെട്ട ടെന്നീസ് ലോകത്തിൻ്റെ നെറുകയിലായിരിക്കുമ്പോഴും എയ്ഡ്സ് എന്ന രോഗം പിടിപെട്ട് കുറ്റക്കാരൻ താൻ തന്നെയാണെന്ന് ലോകം വിധിച്ച് വല്ലാണ്ട് വേദനയോടുകൂടെ ആയിരുന്നപ്പോഴും ചോദിച്ചവർക്കൊന്നും മറുപടി കൊടുക്കാതെ മൗനവും പ്രാർത്ഥനയും രക്ഷയ്ക്കു വേണ്ടിയുള്ള പ്രതീക്ഷയുമായിട്ടു കഴിഞ്ഞ് ഒടുവിൽ രോഗത്തിൻ്റെ കാരണം താനല്ലെന്നും അത് സൂചി വഴി കിട്ടിയതാണെന്നും നീഡിൽ പ്രിക്കിലൂടെ കിട്ടിയതാണെന്നും തിരിച്ചറിഞ്ഞപ്പം ലോകത്തോട് പറയുന്നുണ്ട്, ഈ ടെന്നീസ് ലോകത്തിൻ്റെ നെറുകയിലെത്താനായിട്ട് ഭാഗ്യം കിട്ടിയപ്പം 5 ലക്ഷം പേരിൽ ഒന്നാമനാകാൻ അനുഗ്രഹം കിട്ടിയപ്പം ചോദിച്ചില്ല തമ്പുരാനോട് എന്ത് എന്ന്. സഹനങ്ങളിലും ചോദിക്കുന്നില്ല, സങ്കടങ്ങളിലും ചോദിക്കുന്നില്ല. രക്ഷയുടെ ദിനത്തിനു വേണ്ടി പ്രതീക്ഷയോടുകൂടെ യാത്ര മുൻപോട്ട് തന്നെ. ഈശോയെ, രക്ഷാകര അനുഭവങ്ങളിലേക്ക് കണ്ണും നട്ടിരുന്ന് ഹൃദയം ചേർത്ത് വെച്ച് ഒപ്പം നടക്കാൻ അഭിഷേകമേകണമേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.